ഒരു ജയിക്കണമെങ്കിൽ ഓരോ ജില്ലയിലും പാർട്ടിക്കാരുണ്ടാവണം. പാർട്ടി നേതാവ്, പാർട്ടിയിലെ പണി ചെയ്യുന്നവരൊക്കെ വേണം. പക്ഷെ വിജയിന് അങ്ങനെയില്ല. അവിടെ ഒരു സംഭവം സംഭവിച്ച സ്ഥലത്ത് വിജയിൻ്റെ പാർട്ടിക്കാർ ആരാ എന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല. പക്ഷെ എല്ലാവരും ആരാധകരാണ്. അവർ പാർട്ടിയിലുണ്ട്. എന്നാലും പാർട്ടി പണി ചെയ്യണമെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഇതുവരെ പാർട്ടി എങ്ങനെ നടത്തണം, ഒരു പാർട്ടി മീറ്റിംഗ് എങ്ങനെ അതുപോലും അവിടെ ഇല്ല. അല്ലെ, ഇങ്ങനെ നമ്മളതെ കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഇതിൽ ദൈവത്തിൻ്റെ ഒരു ഇത് എൻ്റെ കൂടെ ചേർക്കും. പുണ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയാണ്. അപ്പോൾ പുണ്യം ഇവർക്ക് ഇല്ല. ഇവർക്ക് പുണ്യം ചേർക്കാനാണ് ഈ ജന്മം. പുണ്യം ചേർക്കണമെങ്കിൽ ഇവരുടെ കയ്യിരിക്കുന്ന ഇവർ സ്വന്തമായി സമ്പാദിച്ചതാണ്. സ്വന്തമായി സമ്പാദിച്ചതേ നമ്മൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി മറ്റവർക്ക് ചെലവഴിക്കണം, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കണം. ചിലവർക്ക് രാഷ്ട്രീയം ഇവരല്ലാതെ മറ്റു മനുഷ്യരുണ്ട്, അവർക്കും ഇതുപോലെ പാർട്ടിക്കകത്ത് വരും. നമ്മൾ ഉച്ചത്തിൽ പോകാമെന്ന് വെച്ച് അവരുടെ വസ്തു വിറ്റ്, അവരുടെ വീട് വിറ്റ്, അവരുടെ എല്ലാം കളഞ്ഞ് ഒരു ഇട്ടേച്ച് അവസാനം ഒരു ജോലി ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കും. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് ആൾ. അപ്പോൾ ഈ രീതിയിലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഇല്ല, അടുത്ത ജന്മത്തിലുണ്ട്. ഇതേപോലെ ഇഷ്ടം പോലെ ഇവർ രാഷ്ട്രീയ പണി ചെയ്യും. പക്ഷെ അവർക്ക് സിംഹത്തിലോ അല്ലെ മേടത്തിലോ ധനുവിലോ യാതൊരു ഗ്രഹം ഉണ്ടാകത്തില്ല. പക്ഷെ പണി ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ഒരു കാനൽ നീർ പോലെ അവിടെ വെള്ളമുണ്ട്, അവിടെ ഉണ്ട് നമുക്ക് കിട്ടും നമുക്ക് ഒരു ഭാവി ഉണ്ടെന്ന് വെച്ചേ അവരങ്ങ് ആ പ്രതീക്ഷയിൽ ജീവിച്ചു പോകും. ഈ പ്രതീക്ഷയിൽ ജീവിച്ച് അങ്ങ് ചത്തുപോകും. പിന്നെ അടുത്ത ജന്മത്തിൽ അത് കിട്ടും. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇതുപോലെ ഗ്രഹങ്ങളുണ്ടാവും. ഇത് ദൈവം തരുന്നതാണ്. ഇത് ഒന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഒരു സമൂഹത്തിൽ ഇപ്പോൾ നേരത്തെ കേരളത്തിൽ ദൈവഭക്തി ഉള്ളവരെല്ലാം ചേർന്ന് മറ്റവരെല്ലാം നല്ലതുപോലെ നശിക്കും, പിഴിഞ്ഞെടുത്ത് അതുപോലെ ആക്കി. അന്നേരം കമ്മ്യൂണിസ്റ്റ് വന്നു. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ചേഞ്ച് വരുത്തണം. ഇത് ദൈവം അനുവാദം കൊടുക്കാതെ സമൂഹത്തിൽ ഒരു ചേഞ്ച് ആരും കൊണ്ട് വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ചേഞ്ചിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ചേഞ്ചിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ശുഭഗ്രഹത്തിൽ IT കമ്പനി വയ്ക്കുമോ, ഇങ്ങനെ ഞാൻ വാക്ക് കൊടുക്കുമോ? അവർ പറയാം ഇങ്ങനെ. ഇല്ല, ഞാൻ അമേരിക്കയ്ക്ക് ഒറ്റ വഴിക്ക് പോകാൻ ഒരു വഴി ഇടുവോ? ഇല്ല. അപ്പോൾ ഞാൻ വീട്ടുകാലത്ത് എയറോപ്ലെയിൻ ഓടിക്കുമോ? അവർ പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം സമൂഹത്തിൽ യാതൊരു മാറ്റം വരുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുവദിക്കണം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. രാഷ്ട്രീയം ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ അമേരിക്കയ്ക്ക് ഒറ്റ വഴി ഇടാം. നമുക്ക് ചെവ്വായിലും IT വെക്കാം. ഗവൺമെൻറ് വിചാരിച്ചാൽ വെക്കും. അപ്പോൾ അത് സാധ്യം ഇല്ലെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ അവസ്ഥ അവർ അറിഞ്ഞില്ല. ഇതെല്ലാം ചെയ്യാം. ഇതുപോലെ ഒത്തിരി ഇതിനകത്തുണ്ട് പറയാൻ. പക്ഷെ ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പുണ്യമുള്ള അത് 2026 ഇലക്ഷന് ജയിക്കാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? ഇപ്പോൾ 2026 തമിഴ്നാട്ടെ സംബന്ധിച്ചോളം DMK ജയിച്ചാലും പക്ഷെ ഭരണത്തിൽ വരുന്നത് വെച്ച് ഇച്ചിരി പാടാണ്.